നമസ്കാരം. പുതിയ അച്ഛനും അമ്മയും ഒക്കെ ആവുമ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ടാവും അല്ലേ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ കുഞ്ഞിന് ആവശ്യത്തിന് തൂക്കമുണ്ടോ? വാ, നമുക്കിതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതെ, ഇതാണ് ആ ചോദ്യം എപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത്. എന്റെ കുഞ്ഞിന്റെ ഭാരം നോർമലാണോ, ആവശ്യത്തിന് വളർച്ചയുണ്ടോ എന്നൊക്കെ. അപ്പോൾ നമുക്കിതിന്റെ ഉത്തരമൊന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. ശരി, ഈ കിലോയുടെയും ഗ്രാമിന്റെയും ഒക്കെ കണക്കിലേക്ക് പോകുന്നതിനു മുമ്പ് നമുക്ക് ആദ്യം ഒരു കാര്യം മനസ്സിലാക്കാം. എന്തിനാ നമ്മൾ ഈ കുഞ്ഞിന്റെ ഭാരത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്? വളരെ സിമ്പിളാണ്. കുഞ്ഞിന്റെ ഭാരം എന്ന് പറയുന്നത് അവരുടെ ആരോഗ്യത്തിന്റെ ഒരു പ്രധാന സൂചനയാണ്. തൂക്കം കറക്റ്റായിട്ട് കൂടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് വേണ്ട പോഷകങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്നാണ്. നേരെമറിച്ച് ഭാരത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുടെ ആദ്യത്തെ ഒരു സിഗ്നലാകാം. അപ്പോ ഈ ആരോഗ്യകരമായ ഭാരം കൂട്ടുന്നതിന്റെ അടിസ്ഥാനം എന്താ? സംശയമൊന്നുമില്ല, അത് നല്ല ഭക്ഷണം തന്നെയാണ്, അല്ലേ? കുഞ്ഞിന്റെ വളർച്ചയുടെ ഓരോ സ്റ്റേജിലും ആഹാരത്തിന് വലിയൊരു പങ്കുണ്ട്. നമുക്കിതിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്നാമത്തത് ആദ്യത്തെ 6 മാസം. ആ സമയത്ത് കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പെർഫെക്റ്റ് ഭക്ഷണം അമ്മയുടെ പാല് തന്നെയാണ്. പിന്നെ 6 മാസം കഴിഞ്ഞാൽ പതിയെ പതിയെ കുറുക്ക്, പുഴുങ്ങിയ പഴങ്ങൾ, പച്ചക്കറികൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങാം. ഈ കൊടുക്കുന്ന ഭക്ഷണത്തില് പ്രോട്ടീൻ, വിറ്റാമിനുകൾ, മിനറലുകൾ പോലെയുള്ള അത്യാവശ്യ പോഷകങ്ങൾ ഉണ്ടെന്ന് ഉറപ്പാക്കണേ. പക്ഷേ ഒരു കാര്യം കൂടി ഓർക്കണം, നല്ല ഭക്ഷണം മാത്രം കൊടുത്താൽ പോരാ, കുഞ്ഞ് എത്രത്തോളം കഴിക്കുന്നുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളെല്ലാവരും കാത്തിരുന്ന ആ കാര്യത്തിലേക്ക് വരാം. ആദ്യത്തെ ഒരു വർഷം കുഞ്ഞിന്റെ ഭാരം എങ്ങനെയൊക്കെയാണ് കൂടേണ്ടത്? നമുക്ക് ആ കണക്കുകളൊന്ന് നോക്കാം. അപ്പോൾ ശരിക്കും ഓരോ പ്രായത്തിലും കുഞ്ഞിന് എത്ര ഭാരം വെക്കണം? ഇതാ നമുക്ക് നോക്കാം. നോക്കൂ, ജനിച്ച ആദ്യത്തെ 3 മാസം വരെ ആഴ്ചയിൽ ഏകദേശം ഒരു 200 ഗ്രാമോളം തൂക്കം കൂടും. പിന്നെ 4 മുതൽ 6 മാസം വരെ അതൊരു 150 ഗ്രാമാവും. 7 മുതൽ 9 മാസത്തില് അത് വീണ്ടും കുറഞ്ഞ് ഒരു 100 ഗ്രാമാവും. ഒരു വയസ്സാവാറാകുമ്പോഴേക്കും ആഴ്ചയിലൊരു 50 തൊട്ട് 75 ഗ്രാം വരെയൊക്കെ കൂടൂ. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, അല്ലേ? കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് ഭാരം കൂടുന്നതിന്റെ വേഗത പതിയെ പതിയെ കുറഞ്ഞു വരും. അത് തികച്ചും നോർമലാണ്. ഇനി ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ കുഞ്ഞിന് ഭാരം കൂടുന്നില്ലെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇത് നിങ്ങളെ പേടിപ്പിക്കാനല്ല കേട്ടോ, കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കി ശ്രദ്ധയോടെ ഇരിക്കാൻ വേണ്ടിയാണ്. തൂക്കം കൂടാത്തതിന് പല കാരണങ്ങളുണ്ടാവാം. ചിലപ്പോൾ കുഞ്ഞിന് ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അമ്മയുടെ പാല് തികയുന്നുണ്ടാവില്ല. അതുമല്ലെങ്കിൽ ഇടയ്ക്കിടെ വരുന്ന പനി, ചുമ, വയറിളക്കം, പോഷകാഹാരക്കുറവ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ, ഇതൊക്കെ കാരണമാകാം. ഈ കാരണങ്ങളൊക്കെ നമുക്കെങ്ങനെ തിരിച്ചറിയാം? ചില ലക്ഷണങ്ങളുണ്ട്. കുഞ്ഞിന് ഒട്ടും ഭാരം കൂടുന്നില്ല, എപ്പോഴും ഒരു ക്ഷീണം, കളിക്കാൻ ഒരു ഉഷാറില്ലായ്മ, ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുക, ഇടയ്ക്കിടെ അസുഖം വരിക, ശരീരം വല്ലാതെ മെലിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ വളർച്ച കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നാം. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. നിങ്ങൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും കാണുകയാണെങ്കിൽ എന്തായിരിക്കണം നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ്? ഉത്തരം ഒന്നും മാത്രമേ ഉള്ളൂ. ഒരു സംശയവും വേണ്ട. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ വീട്ടിലിരുന്ന് എന്തെങ്കിലും പരീക്ഷണങ്ങൾ നടത്തരുത്. ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണിക്കുക, ശരിയായ വൈദ്യപരിശോധന നടത്തുക. അതുമാത്രമാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന്റെ ആരോഗ്യയാത്രയിൽ വെറുതെ ടെൻഷനടിക്കുന്ന ഒരാളാവാതെ കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച് മനസ്സിലാക്കുന്ന ഒരു പങ്കാളിയാകാൻ നിങ്ങൾ തയ്യാറാണോ? ഓർക്കുക, നിങ്ങളുടെ ശ്രദ്ധയും ശരിയായ സമയത്തുള്ള ഇടപെടലുമാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ ആരോഗ്യകരമായ വളർച്ചയുടെ അടിത്തറ.